പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 12-ാം ദശകം ആരംഭിക്കുകയാണ്. ശ്ലോകം 1. സ്വയംഭുവമനു സത്യലോകത്ത് എത്തുന്ന ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത്. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നം സ്രഷ്ടാരമാപ ശരണം ഭവതങ്കി സേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. അഥ പിന്നീട് ജനസർഗശീല സ്വയംഭുവമനു, ജനങ്ങളെ സൃഷ്ടിക്കുന്ന ശീലമുള്ളവനായ സ്വയംഭുവമനു മഹീം അസമയേ സലിലേ നിമഗ്നാം ദൃഷ്ട്വാ, മഹീം ഭൂമിയെ അകാലത്ത് ജലത്തിൽ മുഴുകിയതായി കണ്ടിട്ട് സത്യലോകേ സത്യലോകത്തിൽ ഭവതംഘ്രിസേവാതുഷ്ടാശയം ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നതിൽ ആനന്ദിക്കുന്നവനായ സ്രഷ്ടാരം ബ്രഹ്മാവിനെ മുനിജനൈഹി സഹ ശരണമാവ, മുനിജനങ്ങളോടുകൂടി ശരണം പ്രാപിച്ചു. സ്വയംഭുവ മനുവിനെ ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിക്കുവാനുള്ള ചുമതല ഏൽപ്പിച്ചു. മനുവും ഭാര്യ ശതരൂപയും ചേർന്ന് ആ ജോലി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രജകളുടെ വാസസ്ഥാനം, ആഹാരം, ആയുസ് മുതലായവ ഭൂമിയെ ആധാരമാക്കിയാണ് നിർവഹിച്ചിരുന്നത്. ഭൂമി ജലത്തിൽ മുഴുകുന്ന പ്രളയത്തിന് കൃത്യമായ കാലമുണ്ട്. ഹിരണ്യാക്ഷന്റെ പ്രവൃത്തി മൂലം ഭൂമി അസമയത്ത് ജലത്തിൽ മുങ്ങിപ്പോയി. ഇക്കാര്യം ബ്രഹ്മാവിനെ ബോധിപ്പിച്ച് പരിഹാരം തേടാനായി മനു മുനിമാരെയും കൂട്ടി സത്യലോകത്തേക്ക് തിരിച്ചു. ബ്രഹ്മാവാകട്ടെ സൃഷ്ടിയുടെ ചുമതല സ്വയംഭുവ മനുവിനെ ഏൽപ്പിച്ച കാരണം സ്വസ്ഥമായി ഭഗവാന്റെ കാലടികളെ സേവിച്ച് ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്നേരമാണ് മനുവിൻ്റെ വരവ്. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നം സ്രഷ്ടാരമാപശരണം ഭവതങ്കി സേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. പന്ത്രണ്ടാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. സ്വയംഭുവ മനു ബ്രഹ്മാവിനോട് പരാതി പറയുകയാണ്. കഷ്ടം പ്രജാ സൃജതി മയ്യവനീ നിമഗ്നാ സ്ഥാനം സരോജഭവ കൽപ്പയതൽ പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. ഹേ സരോജഭവ, അല്ലയോ ബ്രഹ്മദേവ, മയി പ്രജാഹ സൃജതി സതി, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ അവനി ഭൂമി നിമഗ്ന ജലത്തിൽ മുങ്ങി. കഷ്ടം തന്നെ. തത് പ്രജാനാം സ്ഥാനം കൽപ്പയ, അതുകൊണ്ട് ആ പ്രജകൾക്ക് സ്ഥാനം കൽപ്പിക്കണമേ. ഇതി മനുനാ കഥിതഃ ഏഷഃ സ്വയംഭൂഃ, ഇപ്രകാരം
മനുവിനാൽ പറയപ്പെട്ടവനായ ആ ബ്രഹ്മാവ്, അല്ലയോ അമ്പൂരുകാക്ഷ ഗുരുവായൂരപ്പ, തവ പാദയുഗം, അവിടുത്തെ ചരണങ്ങളെ വിചിന്തി ധ്യാനിച്ചു. ബ്രഹ്മാവിന് വേറൊരു നിവൃത്തിയില്ല. താൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്ക് ആധാരമായ ഭൂമി പെട്ടെന്ന് ജലത്തിൽ മുങ്ങിയപ്പോൾ അവരുടെ സ്ഥിതികഷ്ടത്തിലായി. അതുകൊണ്ട് പ്രജകൾക്ക് വാസസ്ഥാനം നൽകണമേ എന്ന് ബ്രഹ്മാവിനോട് മനു അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവോ, അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദങ്ങളെ ധ്യാനിക്കുവാൻ ാണ് ആരംഭിച്ചത്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. നമ്മുടെ കാര്യം ഇതുപോലെ തന്നെ. എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭഗവത് ധ്യാനം തന്നെ ഒരു പരിഹാരമാർഗം അല്ലേ? തീർച്ചയായും. കഷ്ടം പ്രജാ സൃജതി മയ്യവനീ നിമഗ്ര സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംബോരുകാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. പന്ത്രണ്ടാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. വളരെ പ്രസിദ്ധമായ വരാഹാവതാരമാണ് ഇനി പറയാൻ പോകുന്നത്. ഹാ വിഭോ ജലമഹം ന്യപിബംബുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. വിഭോ, ഹാ ഹാ കഷ്ടം. അല്ലയോ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ മഹാവിഷ്ണു, ഇത് കഷ്ടമാണ്. കഷ്ടം കഷ്ടം. അഹം, ഞാൻ, പുരസ്താത്, മുമ്പ്, ജലം നബിബം, ജലത്തെ കുടിച്ച് വറ്റിച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് പറയാണ്, ഭഗവാനെ, ഞാൻ മുമ്പ് ജലത്തെ കുടിച്ച് വറ്റിച്ചാണ് പ്രജകളെ സൃഷ്ടിക്കാൻ, ലോകം സൃഷ്ടിക്കാൻ തുടങ്ങിയത്. അദ്യാപി, ഇപ്പോഴും, മഹി, ഭൂമി, മജ്ജതി, ജലത്തിൽ മുഴുകുന്നു. അഹം കിം കരോമി, ഞാൻ എന്തു ചെയ്യട്ടെ. ഇത്തം, ഇപ്രകാരം, തോദാംക്രിയുഗളം, നിന്തിരുവടിയുടെ പാദങ്ങളെ ശരണം യാതഃ, ശരണം പ്രാപിക്കുന്നവനായ, അസ്യ, അദ്ദേഹത്തിൻ്റെ, നാസാപുടാത്, നാസാപുടത്തിൽ നിന്ന്, ശിശുകോലരൂപി, പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ, ത്വം സമഭവ, അങ്ങ് അവതരിച്ചു. ബ്രഹ്മാവ് ലോകമാകെ ജലമയമായിരുന്നതിൽ നിന്ന് ആ ജലത്തെ ഇല്ലാതാക്കിയാണ് വിവിധ ലോകങ്ങളെ സൃഷ്ടിച്ചത് എന്ന് മുൻ ദശകങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഭൂമി ജലത്തിൽ മുങ്ങിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾക്ക് സ്ഥാനം വേണം. അവരെവിടെ ജീവിക്കും അതുകൊണ്ട് അവർക്ക് സ്ഥാനം കൊടുക്കണമേ എന്ന അഭ്യർത്ഥനയുമായി മനു വന്നിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യട്ടെ എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി എന്നോണം ഒരു അത്ഭുത സംഭവമുണ്ടായി. എന്താണത്? ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് ഒരു ചെറിയ ജീവി പുറത്തു വന്നു. അതിന് ഒരു പന്നി കുഞ്ഞിൻ്റെ രൂപമായിരുന്നു.
അതിന് ഭഗവാൻ തന്നെയാണ് ശിശുകോല രൂപിയായി ബ്രഹ്മദേവന്റെ നാസാപുടത്തിൽ നിന്ന് ആവിർഭവിച്ചത്. അതെ, വരാഹ അവതാര കഥ ആരംഭിക്കുകയാണ്. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. 12ാം ദശകത്തിലെ 4ാമത്തെ ശ്ലോകം. വരാഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോത കുംഭി സദൃശ സമജൃംഭദാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാത് സഹസൂനുഭിസ്വൈഹി. ത്വം നിന്തിരുവടി പുരസ്താത് അങ്കുഷ്ടമാത്ര ബഭുഹു. ആദ്യം പെരുവിരലോളം മാത്രം വലിപ്പമുള്ള ശരീരമുള്ളവനായി. ഉത്പതിത ഉയർന്നവനായി അഥവാ എണീറ്റവനായി. ഭൂയ വീണ്ടും. കുംഭി സദൃശ ആനയ്ക്ക് തുല്യനായി. സമജൃംഭത വലിപ്പമുള്ളവനായി തീർന്നു. വിധിഹി ബ്രഹ്മാവ് അഭ്രേ മേഘമാർഗത്തിൽ ഉച്ചൈഹി ഉയർന്നവനായിട്ട് തഥാവിധം ഭവന്തം നിരീക്ഷ്യ പ്രകാരമുള്ള നിന്തിരുവടിയെ കണ്ടിട്ട് സ്വൈഹി സൂനുഭിഹി വിസ്മേരതാം അഗാത് തൻ്റെ മക്കളോടൊപ്പം അത്ഭുതപ്പെട്ടു പോയി, വിസ്മയിച്ചു പോയി. അതായത് ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് പന്നിക്കുഞ്ഞിൻ്റെ രൂപം ധരിച്ച് പുറത്തു വന്ന ഭഗവാൻ താഴെ വീണപ്പോൾ തന്നെ പെരുവിരലോളം വലിപ്പമായി. അവിടെ നിന്ന് എണീറ്റപ്പോഴേക്കും പെട്ടെന്ന് വലുതാവുകയാണ്, ആനയോളം വലുതായി. വീണ്ടും നോക്കുമ്പോൾ മേഘത്തോളം പൊക്കത്തിലും അതിനു ചേർന്ന വലിപ്പത്തിലുമുള്ള മഹാസൂകരവേഷമായി. ബ്രഹ്മാവും ബ്രഹ്മപുത്രന്മാരായ മനു അതുപോലെ മറ്റ് മുനിമാര് എല്ലാം ഇത് കണ്ട് വിസ്മയാധീനരായിത്തീർന്നു. ഞൊടിയിടയ്ക്കുള്ളിലാണ് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സാധനം പുറത്തു വന്നു, പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ. അത് താഴെ വീണപ്പോൾ തന്നെ പെരുവിരലോളമായി. അവിടെ നിന്ന് എണീറ്റ് നിന്നപ്പോഴേക്കും ആനയോളം വലുതായി. വീണ്ടും നോക്കുമ്പോൾ എന്താണ്, ആകാശം മുട്ടെ മേഘത്തോളം പൊക്കത്തിലും അതിന് ചേർന്ന വണ്ണത്തിലുമുള്ള മഹാസൂകരവേഷമായി മാറി. ഇത് മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ആശ്ചര്യം തോന്നും, അല്ലേ? അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോത കുംഭി സദൃശ സമജൃംഭദാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാസ സൂനുഭിസ്വൈഹി. പന്ത്രണ്ടാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകം. ഈ വരാഹം ആരായിരിക്കുമെന്ന് ബ്രഹ്മാവ്
ചിന്തിക്കുകയാണ്. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ കോണാപുടാത് കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. മേ ഘോണാപുടാത്, എൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് ഉത്ഥിത ഉദ്ഭവിച്ച അചിന്ത്യ മഹിമ, ചിന്തിക്കാൻ പോലും കഴിയാത്ത മാഹാത്മ്യത്തോടു കൂടിയ അസൗ കിടിഹി, ഈ വരാഹം കഹ, ആരായിരിക്കാം? അജിതസ്യ, അജിതനായ, ജയിക്കാൻ കഴിയാത്ത ഭഗവാന്റെ മായ കിമു ഭവേത്, മായയായിരിക്കുമോ, ഭഗവാന്റെ മായയായിരിക്കുമോ എന്നിങ്ങനെ ധാതാവ് ഒരു നിമിഷം ചിന്തിക്കവേ സദ്യ പെട്ടെന്ന് ശൈലമാത്ര ഭവന്, പർവ്വതതുല്യനായി ഭവിച്ചുകൊണ്ട് ത്വം എന്തിരുവടി ഘോരഘോരം അതിഘോരമാം വണ്ണം ജഗർജിത, ജഗർജിത കില, ഗർജിച്ചു അത്രേ. ബ്രഹ്മാവിനൊന്നും മനസ്സിലായില്ല. എൻ്റെ നാസാപുടത്തിൽ നിന്നാണ് ഈ വരാഹം ഉണ്ടായത്, എന്നിട്ടും അതിൻ്റെ മാഹാത്മ്യം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതാരായിരിക്കാം എന്ന് ആലോചിച്ച് ബ്രഹ്മാവ് ആരാലും ജയിക്കാനാകാത്ത ഭഗവാന്റെ മായയാണ്, മായയായിരിക്കാം ഇത് എന്ന് ബോധ്യമാകുമ്പോഴേക്കും തന്നെ വരാഹമൂർത്തി പർവ്വത ശരീരിയായി വളർന്ന് അതിഘോരമായി ഗർജിക്കുവാൻ തുടങ്ങി. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ് ഈ വരാഹമൂർത്തി. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ കോണാപുടാത് കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. 12ാം ദശകത്തിലെ 6ാമത്തെ ശ്ലോകം. വരാഹമൂർത്തിയുടെ ഗർജനം ഒക്കെ തന്നെയാണ് ഇതിൽ വിവരിക്കുന്നത്. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുർഭവന്തം തത് സ്തോത്ര ഹർഷുലമന പരിണത്യ ഭൂയ സ്തോയാശയം വിപുലമൂർത്തിരവാതരസ്തും. തേ തം നിനാദമുപകർണ്യ, തേ അവിടുത്തെ ആ ശബ്ദം ഗർജനം കേട്ടിട്ട് ജനസ്തപസ്താ, ജനലോകത്തും തപോലോകത്തുമുള്ളവരും സത്യസ്ഥിതാഹ ച, സത്യലോകത്ത് ഉള്ളവരുമായ മുനയ മുനിമാർ ഭവന്തം നുനുഹു, അവിടുത്തെ സ്തുതിക്കാൻ തുടങ്ങി. ത്വം നിന്തിരുവടി തത് സ്തോത്ര ഹർഷുലമനാഹ, ആ സ്തോത്രങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവനായി ഭൂയഹ വീണ്ടും പരിണദ്യ ഗർജിച്ചിട്ട് വിപുലമൂർത്തി, വിപുലമായ മൂർത്തിയോട് കൂടിയവനായി, വലിയ ശരീരമുള്ളവനായി തോയാശയം ജലരാശിയിലേക്ക് അവതതാര അവാതരഹ പ്രവേശിച്ചു. മുനിമാര് വരാഹരൂപിയായ അതിഘോരമായ ഭഗവാന്റെ ഗർജനം പ്രപഞ്ചമാകെ വ്യാപിച്ചു.
ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലുമുള്ള മുനിമാർ ഭഗവാന്റെ തന്നെയാണ് ഈ ഗർജനം എന്നറിഞ്ഞ് അവിടുത്തെ സ്തുതിച്ചു. ആ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ ദുരിതശാന്തിക്കായി ജലരാശിയിലേക്ക് കുതിച്ചു ചാടി. ഇതിനാണ് ഭൂമിയെ വീണ്ടെടുക്കാൻ തന്നെയാണ് അല്ലേ. തം തേനിനാദമുപകർണ്യ ജനസ്തവസ്താഃ സത്യസ്ഥിതാശ്ച മുനയോനുർഭവന്തം തത് സ്തോത്രഹർഷുലമനാഃ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തി രവാതരസ്ത്വം. 12ാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. ഊർധ്വപ്രസാരി പരിധൂമ്രവിദൂത രോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ ഘോരകോണഃ തോർണപ്രദീർണജലദ പരികൂർണദഷ്ണാ സ്തോതൃന്മുനീൻ ശിശിരയന്നവതേരിതത്വം. ത്വം നിന്തിരുവടി ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമ. ഊർധ്വപ്രസാരി മുകളിലേക്ക് പ്രസരിക്കുന്നവയും പരിധൂമ്ര വിധൂതരോമ ചെമ്പിച്ചവയും ഇളകുന്നവയുമായ രോമങ്ങളോട് കൂടിയവനും പ്രോക്ഷിപ്തവാലധി ഉയർത്തിപ്പിടിക്കപ്പെട്ട വാലോടുകൂടിയവനും അവാങ്മുഖ ഘോര കോണഃ താഴ്ത്തിപ്പിടിച്ച ഭയങ്കരമായ മൂക്കോടുകൂടിയവനും തൂർണപ്രതീർണ ജലദ വേഗത്തിൽ ശിഥിലമാക്കപ്പെട്ട പിളർക്കപ്പെട്ട മേഘങ്ങളോടുകൂടിയവനും പരിപൂർണ ദക്ഷ്ണ വട്ടം ചുറ്റുന്ന കണ്ണുകളാൽ സ്തോത്രേൻ മുനീൻ സ്തുതിക്കുന്ന മുനിമാരെ ശിശിരയന് കുളിർപ്പിച്ചുകൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് അവതേരിത ജലത്തിലേക്ക് താണു. ഭട്ടതിരിയുടെ ഈ ദശകത്തിലെ ശ്ലോകങ്ങൾ സംസ്കൃതത്തിലെ കടുകട്ടിയായ പദങ്ങൾ കൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരത്വം തോന്നും. അതുപോലെയാണ് അതിൻ്റെ വിഗ്രഹവും സമാസവും ഒക്കെ. വാക്കുകളും വളരെ കട്ടിയുള്ള വാക്കുകളാണ്. എന്തായാലും ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഭട്ടതിരിയെ സ്തുതിക്കാതെ കഴിയില്ല. അത്രയും വലിയ സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം എന്ന് ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും വരാഹമൂർത്തിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. വരാഹമൂർത്തിയുടെ അത്യുഗ്രമായ രൂപം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന പോലെയാണെന്ന് വർണ്ണിച്ചിരിക്കുന്നത്. ആ രൂപം വർണ്ണിക്കുകയാണ് കവി. വളരെ വലിയ ശരീരമാണ് അല്ലേ. ശരീരത്തിൽ പന്നിയുടെ രൂപമാണ്. മേൽപോട്ട് എഴുന്നു നിൽക്കുന്ന സൂര്യകിരണങ്ങൾ എന്ന പോലെ പ്രകാശിക്കുന്ന രോമങ്ങൾ. ആ രോമങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. വാൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഭയങ്കരമായ മൂക്ക് അതിങ്ങനെ താഴ്ത്തി ഭൂമിയോട് താഴ്ത്തി പിടിച്ചിരിക്കുന്നു. അതിവിപുലമായ ശരീരത്തിൻ്റെ മേൽഭാഗം തട്ടി മേഘങ്ങൾ പിളർക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ ശരീരമാണ്. ഇത്രയും ഭയങ്കരമായ രൂപമാണെങ്കിലും ഇളകി വട്ടം ചുറ്റുന്ന കണ്ണുകൾ. ഭഗവാനെ കണ്ട് സ്തുതിക്കുന്ന മുനിമാരെ ആ കണ്ണുകൾ കാരുണ്യത്തോടെ നോക്കിയിരുന്നു. അവരുടെ മനം കുളിർത്തു അല്ലെങ്കിൽ സന്തോഷിച്ചു. അങ്ങനെ ആ വളരെ വലിയ ശരീരമുള്ള ഭഗവാൻ വരാഹമൂർത്തി ജലത്തിലേക്ക് കുതിച്ചു.
ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമാ പ്രോക്ഷിപ്തവാലതിരവാങ്മുഖ ഘോരകോണഃ തൂർണപ്രതീർണജലദ പരിപൂർണദഷ്ണാ സ്തോത്രേന്മുനീൻ ശിശിരയന്നവതേരിത ത്വം. 12-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ഭൂമിദേവിയെ ജലത്തിന് അകത്ത് അന്വേഷിക്കുകയാണ് നമ്മുടെ വരാഹമൂർത്തി. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയത്വാം. തദനു പിന്നീട് ത്വം എന്തിരുവടി സങ്കുലന നക്രചക്രം സങ്കുല നക്രചക്രം ഇളകിമറിഞ്ഞ മുതലക്കൂട്ടങ്ങളോടുകൂടിയതും ഭ്രാമ്യ തിമിംഗലകുലം ചുറ്റിക്കറങ്ങുന്ന തിമിംഗല സമൂഹത്തോടു കൂടിയതും കലുഷോർമിമാലം കലങ്ങിയ ഊർമിമാലകളോടുകൂടിയതും ആയ അന്തർജലം ജലാന്തർഭാഗത്തെ ആവശ്യ പ്രവേശിച്ചിട്ട് ഭീഷണരവേണ ഭയങ്കരമായ ശബ്ദത്താൽ രസാതലസ്ഥാൻ ആകമ്പയന് രസാതലത്തിലുള്ളവരെ വിറപ്പിച്ചുകൊണ്ട് വസുമതിയും ഭൂമിയെ അഗവേഷയ അന്വേഷിച്ചു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അതിവിപുലമായ ശരീരമുള്ള വരാഹമൂർത്തി ജലത്തിലേക്ക് കുതിച്ച് ചാടിയപ്പോൾ എന്ത് സംഭവിച്ചു? ജലത്തിലെ പല ജീവികളുണ്ടല്ലോ, ജലത്തിലുണ്ടായിരുന്ന മുതലക്കൂട്ടങ്ങൾ ഇളകി മറിഞ്ഞു. ഇതിൻ്റെ ഫോഴ്സ് കൊണ്ട് തിമിംഗലങ്ങൾ വട്ടം തിരിഞ്ഞു. കടലിലെ ഓളങ്ങൾ ആകെ കലങ്ങി മറിഞ്ഞു. ഇങ്ങനെ ജലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാൻ ഭയങ്കരമായി ഗർജിച്ചു. ആ ശബ്ദം രസാതലത്തിലുള്ള ആളുകളെ വിസ്മയിപ്പിച്ചു. ഭഗവാൻ തൻ്റെ പ്രിയയായ ഭൂമിദേവിയെ അന്വേഷിക്കുകയാണ് ഈ ജലത്തിൽ. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വാം. 12-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. ഭഗവാൻ ഭൂമിയെ കണ്ടെത്തുന്നു. ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ചടിതി കൂടകിടിർവിഭോ ത്വം ആപാദുഗാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദഥാ സലീലം. വിഭോ അഥ പിന്നീട് കുടകിടിഹി ത്വം കുടകിടിഹി കപട സൂകരനായ ഈ പന്നിയുടെ വേഷം ധരിച്ചവനാണ് ഭഗവാനാണ്. അങ്ങ് വസുധ ഭൂമിയെ ദൈത്യഹതകേന ദുഷ്ടനായ ദൈത്യനാൽ രസാതലാന്തേ സംവേശിതാം ദൃഷ്ട്വ രസാതലത്തിൻ്റെ അറ്റത്ത് വെക്കപ്പെട്ടവളായി കണ്ടിട്ട്
ആപാതുകാൻ എതിർത്തു വരുന്ന സുരാരിഖേടാൻ ആയുധധാരികളായ അസുരന്മാരെ അവഗണിച്ചുകൊണ്ട് അവിഗണയ്യ കൂട്ടാക്കാതെ താം വസുതാം ആ വസുതയെ ഭൂമിയെ സലീലം ലീലയായി കളിയായി ചെടിതി വേഗത്തിൽ തന്നെ ദംഷ്ട്രാങ്കുരേണ അദധാഹ ദംഷ്ട്ര തേറ്റിയുടെ പന്നിയുടെ തേറ്റിയുടെ അറ്റം കൊണ്ട് ധരിച്ചു. ദുഷ്ടനായ ഹിരണ്യാക്ഷൻ ഭൂമിയെ രസാതലത്തിൻ്റെ ഒരു കോണിൽ കൊണ്ടുവച്ചിരിക്കുക. ഭൂമിയെ കാക്കുന്ന ആയുധധാരികളായ ദുഷ്ടന്മാരായ അസുരന്മാരെ ഒക്കെ വന്നു. എങ്കിലും അവരെ ഒന്നും വകവയ്ക്കാതെ ഭൂമിയെ വളരെ കളിയായിട്ട് തൻ്റെ തേറ്റയിൽ ഇരുത്തി. ദൃഷ്ട്വാഥ ദൈത്യ കഥകേന രസാതലാന്തേ സംവേശിതാം ചടിതി കൂടകിടർമിപോത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാ സലീലം. പന്ത്രണ്ടാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. അഭ്യുദ്ധരന്നതരം ദശലാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂതഘോരസലിലാത് ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാത്. അഥ പിന്നീട് ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ തേറ്റിയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മുത്തങ്ങയുടെ അങ്കുരത്താൽ അങ്കിതമെന്ന പോലെ ധരാം അഭ്യുത്തരന് ഭൂമിയെ ഉദ്ധരിക്കുന്നവനും അധിക പീവരാത്മാ വളരെ വലിയ ശരീരമുള്ളവനും ഉദ്ധൂത ഘോര സലിലാത് ഇളകിമറിയുന്ന ഘോര സലിലത്തോടുകൂടിയ ജലദേഹേ ജലതിയിൽ നിന്നും ഉദഞ്ചന് ഉയർന്നു വരുന്ന ക്രീഡാവരാഹ ബഭുത്വം കളിയായി വരാഹരൂപം ധരിച്ച നിന്തിരുവടി രോഗാത് പാഹി രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ. ഭൂമിയെ തൻ്റെ തേറ്റിയിൽ എടുത്ത ആ ഒരു ലീലാവിലാസമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഈ പന്നികൾക്ക് മുത്തങ്ങ കിഴങ്ങ് വളരെ പ്രിയപ്പെട്ട ആഹാരമാണ്. മുത്തങ്ങ പുല്ല് എവിടെ കണ്ടാലും പന്നി അത് തേറ്റ കൊണ്ട് കുത്തിയിളക്കി കിഴങ്ങ് തിന്നും അത്രേ. അപ്പോൾ മുത്തങ്ങയുടെ ചെറിയ അങ്കുരങ്ങൾ തേറ്റയിൽ പറ്റിപ്പിടിച്ചെന്നിരിക്കും. ഇതുപോലെയാണ് അതായത് പന്നിയുടെ ഒരു സ്വഭാവ വിശേഷം വരാഹമൂർത്തിയിൽ ഉള്ളതുപോലെ തോന്നും. ഈ വലിയ ശരീരത്തിൽ തേറ്റ ആ വരാഹമൂർത്തിയുടെ തേറ്റയിൽ ഭൂമിയെ വഹിച്ചുകൊണ്ട് ജലത്തിൽ നിന്നും ഉയർന്നു വന്ന ആ വരാഹമൂർത്തി. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ. അഭ്യുത്തരന്നതരം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാധികവീവരാത്മാ ഉദ്ധൂതഘോരസലിലാത് ജലധേരുദഞ്ജൻ ക്രീഡാ വരാഹവപുരീശ്വര പാഹിരോഗാ.